ഹലോ, ഇത് നമുക്കൊരു മത്തിക്കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉലുവ, കറിവേപ്പില എന്നിവ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളി കട്ട് ചെയ്തത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് തക്കാളി, പച്ചമുളക് എന്നിവ കട്ട് ചെയ്തത് ചേർത്ത് എല്ലാം കൂടെ ഒന്നുകൂടെ വഴറ്റാണ് കേട്ടോ. അപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ആവശ്യത്തിന് ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളി നന്നായിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുത്തിരിക്കുന്ന വെള്ളമാണ് കേട്ടോ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി അല്ലാതെ തന്നെ ചേർക്കുകയാണെങ്കിൽ തക്കാളിയൊക്കെ വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ വഴറ്റിയെടുക്കാം കേട്ടോ. കറി നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ കുറുക്കിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുരുമുളക് പൊടിയും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അടുപ്പ് ഓഫ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് അല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും.